ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റമദാനിലെ ഫസ്റ്റത്തെ റെസിപ്പി ചിക്കൻ ബ്രെഡ് ഫിംഗറാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു വലിയ ഉള്ളി ചെറുതാക്കി മുറിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആകെ 2-3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു വലിയ ഉള്ളിയും പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇത് മാത്രമേ ഉള്ളൂ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ചിക്കനും. അപ്പോൾ നമ്മൾ വലിയ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരക്കഷ്ണം ക്യാപ്സിക്കം ചെറുതാക്കി നുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതും നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം കൂടി നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 250 ഗ്രാം ചിക്കനാണ്. അത് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അത് എന്നിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചിക്കനും കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ വേവിച്ചതായതുകൊണ്ട് അധികം ഒന്നും വഴറ്റണ്ട. ഇനി നമ്മളിതിലേക്ക് സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്കത് കുറച്ചും കൂട്ടിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്രാഫ്റ്റിൻ്റെ ചീസാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീസ് എത്ര കൂടുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റും കൂടെ കൂടും. അപ്പോൾ ചീസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് മൊസല്ല ചീസ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് മൊസല്ല ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തീ ഓഫാക്കിയിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. നല്ല ചൂടുള്ളതുകൊണ്ട് അതിൽ കിടന്നിട്ട് തന്നെ അത് മെൽറ്റായി കിട്ടിക്കോളും. അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബ്രെഡിലേക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 4 ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബ്രൗൺ ഭാഗമൊക്കെ ഒന്ന് റിമൂവ് ആക്കുകയാണ്. ആ റിമൂവ് ആക്കിയ ഭാഗങ്ങൾ നമ്മൾ കളയണ്ട. അത് പൊടിച്ചിട്ട് നമുക്ക് ഇതിൽ മുക്കിയിട്ട് പൊരിക്കാം. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ ബ്രെഡിനെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് ഫില്ലിങ് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ 2 സൈഡും നമുക്ക് കുറച്ച് വെള്ളത്തിൽ കൈ ഒന്ന് നനച്ചിട്ട് തൊട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് അടച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഫില്ലിങ്ങിലേക്കൊക്കെ എണ്ണ പിടിക്കും. അപ്പോൾ എല്ലാ സൈഡിലും 2 സൈഡിൽ നമ്മൾ വെള്ളം തൊട്ടിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഒട്ടിക്കിട്ടും. അപ്പോൾ അങ്ങനെ എല്ലാ ബ്രെഡും നമ്മൾ ഇതുപോലെ ഫില്ലിങ് നിറച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ബ്രെഡും ഇതുപോലെ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു ബ്രെഡിൻ്റെ പാക്കറ്റിൽ ഒരു 3-4 ബ്രെഡ് ഒഴിച്ച് ബാക്കി എല്ലാ ബ്രെഡും ഈ ഒരു കുറഞ്ഞ ഫില്ലിങ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ അരികൊക്കെ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ ഇതാക്കിയിട്ട് പൊടിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് പൊടിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഒരു മുട്ട നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബ്രെഡിനെ മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് പൊടിച്ചതിലും കൂടെ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മൾ മുക്കി പൊരിച്ചല്ല എടുക്കുന്നത്, ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്ത് പൊരിച്ചെടുക്കുക. അപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്, മറ്റേ ഭാഗം കൂടെ മറിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചീസി ചിക്കൻ ബ്രെഡ് ഫിംഗർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിങ്ങനെ നമ്മൾ മുറിക്കുമ്പോൾ തന്നെ ഇതിൽ ചീസൊക്കെ പുറത്തോട്ട് വന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.